നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്ന മുരുകൻ എന്ന വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. സിനിമയിലൊക്കെ പറയുന്ന ഡയലോഗ് പോലെ മുരുകൻ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് മുരുകന്റെ ചായക്കട അറിയണം. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബൂസ്റ്റ് മുരുകൻ എന്നാണ്. ഇപ്പോൾ ഞാൻ വന്ന് തുടങ്ങിയപ്പോൾ 15 വർഷം 17 വർഷമാണ്. ഇതെന്തോ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? എന്തോ തക്കാളി ചമ്മന്തി. അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് എന്തോ ഭക്ഷണമുള്ളത്? ബിരിയാണി തമിഴ്നാട് സൈഡാ? ഇല്ല അന്ന് ഞാൻ എന്താ 20 കോഴിയുടെ ചിക്കൻ ഫ്രൈ ആണോ? അത് ശരി. ചിക്കൻ പൊരിച്ചത് 20 കോഴിയുടെ ചിക്കൻ ഫ്രൈ ഉണ്ട്. എല്ലാം തമിഴ്നാട് സ്റ്റൈലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഭക്ഷണത്തെ വലിയ മായം ചേർക്കാത്ത സാധനം ഉണ്ടോ? ഇല്ല ഒന്നും അതിന്റെ യാതൊരു ഇതില്ല. നമ്മുടെ ഇത് തന്നെ ഏർക്കായുള്ള സാധനം എല്ലാം ചേർക്കുന്നത്. ഓക്കെ. എങ്ങോട്ടാ? ഇവിടെ വന്ന് എത്ര നാളായി? 4 വർഷമായി. 4 വർഷമായി. അപ്പോൾ ഇവിടുത്തെ മെയിൻ പാചകക്കാരനാണ്. ശരി. എന്നാ പേരെന്നാണ്? സലാം. ഓക്കെ ശരി. ഇനി ഒരുപാട് പാചകങ്ങൾ ചെയ്ത് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ആൾക്കാർ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, കാണാം. ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞല്ലോ. ശരി. ഇതാണ് എന്തൊക്കെയാണ് ചേരുന്നത്? ഇത് വെളുത്തുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, തക്കാളി, സവാള. വളരെ വൃത്തിയോടും രുചികരവുമായിട്ട് ഭക്ഷണം തയ്യാറാക്കുന്നത് തന്നെയാണ് മുരുകൻ ചേട്ടൻ്റെ കടയുടെ വിജയം.
നമ്മൾ ഇതുവരെ കണ്ട ആൾക്കാരൊന്നുമല്ല മുരുകൻ ചേട്ടൻ. മുരുകൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലഘു വീഡിയോയിലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനാണ്, ഉടമസ്ഥനാണ്. അദ്ദേഹം മറ്റൊരു ടീ ഷോപ്പ് ഇതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോവാം. ഇതാണ് കഴിഞ്ഞ 40 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്ന മുരുകൻ ചേട്ടൻ. കൂടുതൽ ആൾക്കാരും അദ്ദേഹത്തെ ബൂസ്റ്റ് മുരുകൻ എന്നാണ് അറിയപ്പെടുന്നതും പറയപ്പെടുന്നതും. രാജുവെന്ന് മരിക്കുമ്പോൾ ഇവിടെ ഉണ്ട് ആണപ്പാറയില്. എവിടെയാ? ആണപ്പാറ പത്തനംതിട്ട. എല്ലാം അപാലെല്ലാം ഇല്ല, അപാല മനോരമയ ഒന്നുമില്ല, പോലും ഒന്നുമില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ പത്തനംതിട്ട എത്തിയോ? മാറും. നല്ല ഫുഡായതുകൊണ്ട് ഞാൻ പിന്നെ വരുമ്പോഴെല്ലാം സ്ഥിരം ഇവിടെ വന്ന് കയറാറുണ്ട്. ഇതിലെ പാസ് ചെയ്ത് പോകുന്നെങ്കിൽ ഞാൻ മുമ്പഴ വഴി അങ്ങോട്ടാണ് പോകുന്നെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. നല്ല ഭക്ഷണമാണ് കേട്ടോ. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ. അണ്ണൻ്റെ പേരെന്ന്? മുരുകൻ. മുരുകൻ. എല്ലാവരും ബൂസ്റ്റ് മുരുകൻ എന്നാ പറയുന്നത്. എന്താ മുരുകൻ? ബൂസ്റ്റ് മുരുകൻ. ബൂസ്റ്റ് മുരുകൻ. അണ്ണന്റെ ചായയാണ് ഈ നാട്ടുകാരുടെ എല്ലാം ആരോഗ്യത്തിൽ രഹസ്യം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരത്തുള്ളൂ. അണ്ണന്റെ സ്ഥലം ശരിക്കും എവിടെയാ? ശരിക്ക് ശങ്കരകോവിലിന്റെ അടുത്ത കുറുക്കൽപ്പട്ടി. ശരി. അപ്പൊ നാട്ടിലോട്ടൊക്കെ പോകാറുണ്ടോ? കച്ചവടം ഒത്തിരി നാളായി. കുമ്പനാട്ട് പോകുന്നില്ല. താമസിക്കുന്ന മണ്ടേ മാർക്കറ്റ്, നാഗർകോവിൽ മണ്ടേ മാർക്കറ്റ്. ഫാമിലി ഇല്ല അവിടെ? പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. വളരെ രുചികരമായ ആഹാരം ഇനിയും ഉണ്ടാക്കി കൊടുക്കാൻ അണ്ണന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മെസ്സേജ് തന്നെ ഈ മുരുകൻ ചേട്ടൻ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അല്ലെ, ഒരു മുരുകൻ ചേട്ടനെ പോലെ ഒരുപാട് മുരുകൻ ചേട്ടന്മാർ നമുക്ക് അറിയാവുന്നതോ അറിയാത്തതുമായിട്ടുള്ള എത്രയോ ജനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിൽ വന്ന് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ അവർ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഓരോരുത്തരും അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടു പഠിക്കണം. ഇതേപോലെയുള്ള ആളുകളുടെ ജീവിതാനുഭവങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനമായി മാറട്ടെ, ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.